ലോട്ടറി ജയിക്കുന്നത് വെറും ഭാഗ്യമല്ലെങ്കിലോ? ഗുരുത്വാകർഷണം പോലെ കൃത്യവും പ്രവചിക്കാവുന്നതുമായ ഒരു സാർവത്രിക നിയമമാണ് ഇതിനു പിന്നിലെങ്കിലോ? വലിയ ധനം ആകർഷിക്കാൻ ഒരു രഹസ്യമുണ്ടെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും രഹസ്യമായി ചിന്തിച്ചിട്ടുണ്ടോ? ഒറ്റ രാത്രി കൊണ്ട് നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ കെൽപ്പുള്ള അത്രയും ശക്തമായ ഒരു രഹസ്യം? അനന്തമായ സാമ്പത്തിക സമൃദ്ധിയിലേക്കുള്ള താക്കോൽ കേവലം ചില വാക്കുകൾ ആത്മാർത്ഥമായ വിശ്വാസത്തോടെ ആവർത്തിക്കുന്നത്ര ലളിതമാണെങ്കിലോ? ലോട്ടറി ജയിക്കുക എന്നത് മിക്കവർക്കും ഒരു വിദൂര സ്വപ്നമാണ്. ഒരു അസാധ്യമായ നേട്ടമായി ഇതിനെ അവതരിപ്പിക്കുമ്പോൾ അത് നിങ്ങളുടെ ഉള്ളിൽ ഒരു ആകാംക്ഷ നിറയ്ക്കുന്നു. ഈ അസാധ്യം എങ്ങനെ സാധ്യമാകുമെന്നറിയാനുള്ള ആകാംക്ഷ. നെവിൽ ഗോഡാർഡ് 20-ാം നൂറ്റാണ്ടിലെ പ്രമുഖ ആത്മീയ ചിന്തകരിൽ ഒരാളാണ്. അദ്ദേഹത്തിന്റെ പ്രധാന പഠനം അസംഷൻ നിയമം, ലോ ഓഫ് അസംഷൻ എന്നതാണ്. നാം എന്ത് സത്യമെന്ന് കരുതുന്നുവോ അത് നമ്മുടെ യാഥാർത്ഥ്യമായി മാറുന്നു എന്നാണ് ഈ നിയമം പറയുന്നത്. നമ്മുടെ ഭാവനയാണ് നമ്മുടെ യാഥാർത്ഥ്യം രൂപപ്പെടുത്തുന്നതിനുള്ള പ്രധാന ഉപകരണം. നമ്മൾ പുറമേ അനുഭവിക്കുന്ന ലോകം നമ്മുടെ ഉള്ളിലെ ചിന്തകളുടെയും ദർശനങ്ങളുടെയും പ്രതിഫലനമാണ്. ഭാവനയെ ബോധപൂർവം ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് ആവശ്യമുള്ള ജീവിതം സൃഷ്ടിക്കാൻ കഴിയുമെന്നും അദ്ദേഹം പഠിപ്പിച്ചു. അസംഷൻ നിയമം ആകർഷണ നിയമത്തിൽ ലോ ഓഫ് അട്രാക്ഷൻ നിന്ന് വ്യത്യസ്തമാണ്. ആകർഷണ നിയമം പുറത്തുനിന്ന് എന്തെങ്കിലും ആകർഷിക്കുന്നതിനെക്കുറിച്ചാണെങ്കിൽ അസംഷൻ നിയമം ആഗ്രഹം ഇപ്പോൾ തന്നെ സാധിച്ച അവസ്ഥയിൽ ജീവിക്കുന്നതിനെക്കുറിച്ചാണ്. അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഇതിനകം നിങ്ങളുടേതാണെന്ന് സങ്കൽപ്പിക്കുന്നത് ആ വിശ്വാസങ്ങളെ പ്രതിഫലിക്കുന്ന ഒരു യാഥാർത്ഥ്യം സൃഷ്ടിക്കുന്നു. ഇത് ഒരു ബാഹ്യപ്രവർത്തനത്തെക്കുറിച്ചല്ല, മറിച്ച് ഒരു ആന്തരിക പരിവർത്തനത്തെക്കുറിച്ചാണ്. അവസാന ഫലത്തിൽ ജീവിക്കുക, അതായത് ആഗ്രഹം ഇതിനകം സഫലമായെന്ന് നിരന്തരം സങ്കൽപ്പിക്കുക എന്നതാണ് ഇവിടെ പ്രധാനം. നെവിൽ ഗോഡാർഡിന്റെ പ്രശസ്തമായ വാക്യം അനുഭവമാണ് രഹസ്യം, ദ ഫീലിംഗ് ഈസ് ദ സീക്രട്ട് എന്നതാണ്. ഇത് വെറും സങ്കൽപ്പിക്കലിനും ദൃശ്യവൽക്കരണത്തിനും അപ്പുറമാണ്. സമ്പത്ത്, ആരോഗ്യം, വിജയം എന്നിങ്ങനെയുള്ള ഏതവസ്ഥയും നിങ്ങളുടെ സ്വാഭാവികവും നിലവിലുള്ളതുമായ അവസ്ഥയായി അനുഭവിക്കുക എന്നതാണ്. ഞാൻ സമ്പന്നനാണെന്ന് തോന്നിയതുകൊണ്ട് ഞാൻ ധനികനാകും എന്നതിൽ നിന്ന് മാറി ഞാൻ സമ്പന്നനാണെന്ന് തോന്നുന്നു, കാരണം ഞാൻ സ്രഷ്ടാവിന്റെ ഊർജ്ജമാണ്. ഞാൻ സമ്പത്ത് പ്രസരിപ്പിക്കുന്നു, കാരണം അതാണെന്റെ സ്വഭാവം എന്ന ചിന്താഗതിയിലേക്ക് മാറണം. യഥാർത്ഥത്തിൽ സമ്പത്ത് ശരീരത്തിൽ ഒരു പ്രധാന അവസ്ഥയായി അനുഭവിക്കുമ്പോൾ നിങ്ങൾ നെവിൽ പറഞ്ഞ ആഗ്രഹം സഫലമായ അവസ്ഥയിൽ ജീവിക്കുകയാണ്. ഈ ആന്തരിക അവസ്ഥയാണ് യഥാർത്ഥ സൃഷ്ടിപരമായ ശക്തി. ലോട്ടറി 8 തവണ വിജയിച്ചുവെന്ന വാദം ഒരു പ്രത്യേക വാക്യം നിരന്തരം ആവർത്തിച്ചതുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇത് സാധിച്ചു കഴിഞ്ഞു, ഞാൻ വിജയിച്ചു, ഇറ്റ് ഈസ് ഡൺ, ഐ ഹാവ് വൺ. ഇതൊരു വെറും സ്ഥിരീകരണമല്ല, മറിച്ച് തനിക്കിത് ഇതിനകം ലഭിച്ചു, താനിത് ഇതിനകം ആയിക്കഴിഞ്ഞു എന്ന ശക്തമായ പ്രഖ്യാപനമാണിത്. ഇത് പൂർണ്ണമായ അധികാരത്തോടും അചഞ്ചലമായ ബോധ്യത്തോടും കൂടിയായിരിക്കണം. യഥാർത്ഥ ശക്തി ആഗ്രഹിച്ച യാഥാർത്ഥ്യവുമായി യോജിച്ച് ജീവിതം, സമ്പത്ത്, അത്ഭുതം എന്നിവ ഇതിനകം ഉള്ള വ്യക്തിയായി മാറുന്നതിലാണ്. നെവിൽ ഗോഡാർഡ് പഠിപ്പിച്ചത് വാക്കുകൾ വെറുതെയല്ല എന്നാണ്. ഭാവനയോടും വിശ്വാസത്തോടും ചേരുമ്പോൾ അവ കൽപ്പനകളും പ്രവചനങ്ങളും ആയി മാറുന്നു, യാഥാർത്ഥ്യം രൂപപ്പെടുത്തുന്നു. ഭാവന, വിശ്വാസം, ആന്തരിക ബോധ്യം എന്നിവയുടെ സമന്വയത്തിൽ നിന്നാണ് പ്രകടനത്തിന്റെ യഥാർത്ഥ ശക്തി വരുന്നത്. ഇത് വെറുമൊരു അഭിനയമോ പ്രതീക്ഷയോ അല്ല, മറിച്ച് നിങ്ങളുടെ ആഗ്രഹം സഫലമായെന്നുള്ള ഒരു ആഴത്തിലുള്ള അറിവാണ്. അവസാനത്തിൽ ജീവിക്കുക എന്നതിനർത്ഥം ഒരാളുടെ പ്രവർത്തനങ്ങൾ, ചിന്തകൾ, വികാരങ്ങൾ എന്നിവ അവരുടെ ഏറ്റവും ഉയർന്ന ദർശനവുമായി യോജിച്ചതാണ് എന്നാണ്. 8 തവണ ലോട്ടറി ജയിച്ചുവെന്ന ഈ വാദം ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടി സൃഷ്ടിച്ച ഒന്നാണ്. എന്നാൽ ആഴത്തിലുള്ള ധാരണ ഇത് വെറുമൊരു ഭാഗ്യമല്ല, മറിച്ച് അസംഷൻ നിയമത്തിന്റെ വൈദഗ്ധ്യത്തിന്റെ നേരിട്ടുള്ള പ്രകടനമായാണ് അവതരിപ്പിക്കുന്നത്. ഇത് ആവർത്തിക്കാവുന്നതും പ്രവചിക്കാവുന്നതുമായ ഒന്നാണെന്ന് ഇത് സൂചിപ്പിക്കുന്നു. നെവിൽ ഗോഡാർഡിന്റെ പഠിപ്പിക്കലുകളെ വെറും ആഗ്രഹചിന്ത എന്ന നിലയിൽ നിന്ന് ഒരു ദൈവിക നിയമത്തിന്റെ തലത്തിലേക്ക് ഉയർത്തുന്നു. ദൃശ്യവൽക്കരണം, വിഷ്വലൈസേഷൻ. നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമായതുമായി ബന്ധപ്പെട്ട വികാരങ്ങൾ സജീവമായി സങ്കൽപ്പിക്കുകയും അനുഭവിക്കുകയും ചെയ്യുക. ലോട്ടറി വിജയം സാധ്യമായതിനു ശേഷമുള്ള കാര്യങ്ങൾ, ബാങ്ക് ബാലൻസ് കാണുന്നത്, പ്രിയപ്പെട്ടവരോട് പറയുന്നത് സങ്കൽപ്പിക്കുക. ആ അനുഭവത്തിൽ കുറച്ചു മിനിറ്റ് മുഴുകുക. ഞാൻ സമ്പന്നനാണ്, എനിക്ക് ആവശ്യത്തിലധികമുണ്ട്, ഞാനൊരു പണകാന്തമാണ് എന്നിങ്ങനെയുള്ള ഞാനാണ് പ്രസ്താവനകൾ നിരന്തരം ആവർത്തിക്കുക. ഉറങ്ങുന്നതിനു മുമ്പ് ഇത് ചെയ്യുന്നത് വളരെ ഫലപ്രദമാണ്. ഉറങ്ങുന്നതിന് തൊട്ടുമുമ്പും ഉണരുമ്പോഴും സ്വാഭാവികമായി ഉണ്ടാകുന്ന ആൽഫ ബ്രെയിൻ സ്റ്റേറ്റാണിത്. ഈ വിശ്രമാവസ്ഥയിൽ ദൃശ്യവൽക്കരണം നടത്തി നിങ്ങളുടെ ഉപബോധ മനസ്സിൽ ആഗ്രഹിച്ച യാഥാർത്ഥ്യം പതിപ്പിക്കാൻ നെവിൽ ഗോഡാർഡ് ഉപദേശിച്ചു. ഞാൻ ഓർക്കുന്നു അന്ന്, ഐ റിമെമ്പർ വെൻ. ആഗ്രഹം സഫലമായ അവസ്ഥയിൽ നിന്ന് ഒരു പഴയ ഓർമ്മയെ ഓർത്തെടുക്കുന്നതുപോലെ സങ്കൽപ്പിക്കുക. ഉദാഹരണത്തിന്, ലോട്ടറി പണം എന്റെ ബാങ്ക് അക്കൗണ്ടിൽ വന്നത് ഞാൻ ഓർക്കുന്നു. അഭിനന്ദനം. ഒരു സുഹൃത്തോ കുടുംബാംഗമോ നിങ്ങളുടെ സാമ്പത്തിക വിജയത്തിൽ അഭിനന്ദിക്കുന്നതായി സജീവമായി ദൃശ്യവൽക്കരിക്കുക. ആ സന്തോഷകരമായ വികാരങ്ങളെ പൂർണ്ണമായി സ്വീകരിക്കുക. സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും നിങ്ങളുടെ പുതുതായി ലഭിച്ച സമ്പത്തിനെക്കുറിച്ച് സംസാരിക്കുന്നതും നിങ്ങൾക്ക് വേണ്ടി സന്തോഷം പ്രകടിപ്പിക്കുന്നതും ഒളിഞ്ഞു കേൾക്കുന്നതായി സങ്കൽപ്പിക്കുക. അവസാന ഫലത്തിന്റെ കാഴ്ചപ്പാടിൽ നിന്ന് ഞാൻ എങ്ങനെ ഇത്രയും സമ്പന്നനായി എന്ന് സ്വയം ചോദ്യങ്ങൾ ചോദിക്കുക. ഉപബോധ മനസ്സ് അതിലേക്കുള്ള വഴികൾ കണ്ടെത്തും. ഒരു സംഭവം നിർമ്മിക്കുക.
ലോട്ടറി വിജയത്തിനു ശേഷം സംഭവിക്കുന്ന ഒരു പ്രത്യേക യുക്തിസഹമായ സംഭവം, ഉദാഹരണത്തിന് നിക്ഷേപങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ ബാങ്കിൽ പോകുന്നത് അല്ലെങ്കിൽ ഒരു ആഘോഷ പാർട്ടി ആസൂത്രണം ചെയ്യുന്നത് ശ്രദ്ധിക്കുക. ഈ ശേഷമുള്ള സംഭവത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. മനോഭാവം പിടിച്ചെടുക്കുക. നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യങ്ങൾ ഇതിനകം നേടിയെടുത്ത ഒരാളുടെ വൈകാരികാവസ്ഥയോ മനോഭാവമോ ബോധപൂർവം വളർത്തുകയും നിലനിർത്തുകയും ചെയ്യുക. സമൃദ്ധി, നന്ദി, ഐശ്വര്യം എന്നിവയുടെ വികാരങ്ങൾ ഉൾക്കൊള്ളുക. ശക്തി നിങ്ങളുടെ ഉള്ളിലാണ്. ഇതാണ് സമയം. നിങ്ങൾ കാത്തിരുന്ന അത്ഭുതം നിങ്ങളാണ്.